നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 10-ാം തീയതി 1201 ആണ്ട് മകരമാസം 27-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വരുന്നത് ശരിക്ക് അനിഴ നക്ഷത്രമാണ്. ഇന്ന് ചിലപ്പോൾ രാവിലെ കലണ്ടറിൽ നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രം തുടക്കം വരും. അപ്പോൾ 6-6.5 നാഴിക നേരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവസം ആ നക്ഷത്രം എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഓരോ ശുഭ നക്ഷത്രത്തിനും ഇന്ന് നക്ഷത്രം തുടങ്ങുന്നതിന് പ്രാധാന്യം. ഇപ്പോൾ കലണ്ടറിൽ ആ ഉദിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രമാണോ നിലനിൽക്കുന്നത് അതാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് അയ്യോ എൻ്റെ നക്ഷത്രം ഇന്നത്തെ നക്ഷത്രം പറഞ്ഞ് തെറ്റിപ്പോയി എന്ന് ചിന്തിക്കരുത്. ഇന്ന് നമുക്ക് ബർത്ത്ഡേ എടുക്കുമ്പോൾ അനിഴ നക്ഷത്രമാണ് എടുക്കേണ്ടത്. ഇന്നത്തെ നാളെ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ നാളെ രാവിലെ വരെയും അനിഴ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ആണ് വന്നിരിക്കുന്നത്. ചൊവ്വ എന്ന് പറയുമ്പോൾ അനിഴ നക്ഷത്രം ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമല്ല. ചൊവ്വ അത്ര നല്ല ദിവസമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പൊതുവേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ മകരമാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു വാർഷിക ഫലം, ഒരു വർഷത്തെ ഫലം ആയതുകൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം. ആ മാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷം സൂക്ഷിക്കണം. ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് അസുഖാവസ്ഥകൾ, ആക്സിഡൻറ്റ് വരാം, അതുപോലെ തീപ്പൊള്ളലേക്കാം, കേസ് വഴക്കുകളിൽ കുടുങ്ങാം, സർജറിക്ക് വിധേയമാവാം. ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി ചൊവ്വയുടെ ദേവത എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്, മുരുകനാണ്. അപ്പോൾ മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അപ്പോൾ മുരുകനെ പ്രീതിപ്പെടുത്തണം. അതേപോലെ തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കിട്ടിക്കൊള്ളണം. ഒരു വർഷത്തേക്ക് ഈ മാസത്തിൽ ജനിച്ചവർക്ക് മാത്രം ചെയ്തിട്ടുള്ളുക. അതേപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. ഉച്ചയ്ക്ക് ശേഷം ആണ് രാഹുകാലം. 3 മണി മുതൽ 4 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണി ശരിക്കും 34 മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ. രാഹുകാല സമയം 4:30 തീരത്തിൽ 5 മണി 1 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും. അപ്പോൾ അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 12:39 തൊട്ട് 2:06 വരെയും യമകണ്ഠ കാലസമയം വരുന്നത് 9:44 തൊട്ട് 11:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം, അതായത് മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തത്തെ എടുക്കണം. 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ ഭരണ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇടയ്ക്ക് മധ്യസമയം 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവന്ന വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ചുവന്ന ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതുക. അപ്പോൾ അത് നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ശരിക്ക് ഭൂമികാരകനായ ചൊവ്വയുടെ അനുഗ്രഹത്താൽ ആർക്കും ദോഷമൊന്നും വരാതെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.